പറ്റാത്ത ഒരു സാധനം. അതെന്താ? 53 കൊല്ലം സമസ്തയുടെ നേതൃത്വത്തിൽ, സമസ്തയുടെ നേതൃപദവിയിൽ ഇരുന്നു കൊണ്ട് കഴിഞ്ഞ 53 കൊല്ലം ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ കേരളത്തിലെ ഒരേ ഒരു നേതാവ് സുൽത്താനുൽ ഉലമ. ആർക്ക് പറയാൻ പറ്റും? ആർക്ക് പറയാൻ പറ്റും? കഴിഞ്ഞ സമസ്തയാവട്ടെ, 89 ശേഷമുള്ള സമസ്തയാവട്ടെ, രണ്ട് സമസ്തക്കും അതിന്റെ നേതൃതലത്തിൽ ഇരുന്നു കൊണ്ട് സെക്രട്ടറിയായും ജനറൽ സെക്രട്ടറിയായും 53 കൊല്ലം നേതൃത്വം നൽകിയ ഒരു നേതാവിന്റെ പേരുണ്ടോ? വേറെ ഒരു നേതാവിന്റെ പേര് പറയാനില്ല. ആ സുൽത്താനുൽ ഉലമ 60ാം വാർഷിക സമസ്തയുടെ സമ്മേളനം, അതാണ് പറഞ്ഞു വരുന്നത്. ഞങ്ങളുടെ സംഘത്തിന്റെ കൂടെയാണ് കാന്തപുരം ഉസ്താദ് ഉള്ളത്. അതാ സുൽത്താനുൽ ഉലമ എന്നൊക്കെ പറഞ്ഞു പൊട്ടിക്കണത്. 53 കൊല്ലമായി. ആ കണക്ക് ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല. കാരണം 89 പുറത്തായ പിന്നെ എങ്ങനെ വർഷം കൂട്ടുക? പുറത്തായ പിന്നെ പുറത്തായില്ലേ, പിന്നെ വിമത സമസ്ത എന്നല്ലേ പറയാൻ പറ്റൂ. അതാണ് ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ ഒന്നുകൂടി കടന്നു പറയുന്നത്, ശംസുൽ ഉലമയുടെ വഴിയിൽ നിങ്ങളില്ല, കണ്ണിയത്ത് ഉസ്താദിന്റെ പാതയിലില്ല, വരക്കൽ മുല്ലക്കോയ തങ്ങളെ വഴിയിലില്ല, ഖുത്ബി മുഹമ്മദ് മുസ്ലിയാരുടെ വഴിയിലുമില്ല. എങ്കിൽ നിങ്ങളിപ്പോ പറഞ്ഞല്ലോ 53 കൊല്ലത്തെ പാരമ്പര്യമുള്ള സുൽത്താനുൽ ഉലമ, ആ സുൽത്താനുൽ ഉലമ ആരുടെ കൂടെയാണുള്ളത് എന്ന് ഞാൻ പറയട്ടെ. ഇന്നത്തെ AP കൂടാരമെന്ന് പറയപ്പെടുന്ന കൂടാരത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരില്ല. അദ്ദേഹത്തെ നിങ്ങൾ കൊണ്ടു നടക്കുന്നത് നിങ്ങളെ കാര്യത്തിനാണ്. ഞാൻ ചോദിച്ചിട്ടുണ്ട് നിങ്ങളോട്, ദാവിയത്തു സൂഫിയ നിയൽവാദിയോട്, പ്രസംഗിച്ച മാളിയേക്കലിനോട്, കുല്ലുഹും മജ്മൂൻ, എല്ലാവരും കൂടി പറയേണ്ട ഒരു ഉത്തരാണ്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന ഞങ്ങളുടെ നേതാവ് പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് സ്വീകാര്യമാണ് എന്നൊന്ന് തുറന്നു പറയാൻ AP കൂടാരത്തിലെ കുട്ടി നേതാക്കൾക്ക് കഴിയുമോ എന്ന് ഞങ്ങൾ ഇന്നും ചോദിക്കുകയാണ്. നിങ്ങളൊരു ഗതി ആലോചിച്ച് നോക്കി. നിങ്ങൾ ഇപ്പൊ നമ്മളോട് ചോദിക്കുക, ശൈഖുന പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിക്കുമോ? അത് രണ്ടും തുലനം ചെയ്യാൻ പറ്റൂല, പക്ഷെ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ചോദിക്കുന്നതിന് നമ്മൾ പറയൂലേ, ഞങ്ങളുടേതെല്ലാം ശൈഖുനയാണ്. അതല്ലേ അതിന്റെ കെട്ടുറപ്പ്. ഇനിയിപ്പോ സ്വാദിഖ് അലി ശിഹാബ് തങ്ങളിൽ നേതൃത്വം നൽകുന്ന പ്രസ്ഥാനമുണ്ട്, സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ സമസ്തയുണ്ട്. അവരൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ അംഗീകരിക്കുന്നവരാണ് അണികൾ. മറ്റുള്ള നേതാക്കളെങ്കിൽ എന്താ AP സമസ്തയുടെ ആദർശം? AP ഉസ്താദിന്റെ ആദർശത്തിൽ AP ടീമുണ്ടോ? ഒരു നിലക്കില്ല. ഉദാഹരണങ്ങൾ കൊണ്ടുവരാം. ഒന്ന്, മുത്തു റസൂൽ, ഹബീബായ മുത്തു റസൂൽ, റസൂലുള്ളാഹി തങ്ങളെടുക്ക് നിയലുണ്ടോ ഇല്ലേ? എന്താ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ നിലപാട്? എന്താണ് ആ ടീമിന്റെ നിലപാട്? ശംസുൽ ഉലമ മാത്രല്ലടോ, നിങ്ങളെ നേതാവിന്റെ കൂടെ ഞങ്ങളില്ല. അതിനെങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്ത്, അതിനെങ്ങനെ ഒരു റൂമിലിട്ട് പൂട്ടി പ്രദർശന വസ്തുവായി കൊണ്ടുവച്ച് ഇന്നത് പറയണമെന്ന് കൽപ്പിച്ച് റൂമിൽ അടച്ച് വാതിൽ പൂട്ടിയിട്ട് അങ്ങോട്ട് ക്ലാസ് എടുത്തു കൊടുത്ത് അതിനെങ്ങനെ പാവം കൊണ്ടു നടക്കുക. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഏറ്റവും വലിയ കുരുത്തക്കേട് മൂപ്പരുടേതാവും. ഞങ്ങൾക്കെന്നും മൂപ്പരോട് ഇഷ്ടമാണ്. കാരണം എന്താ? ഇപ്പൊ എനിക്കൊക്കെ എന്തായാലും ഇഷ്ടമുണ്ടാവും. കാരണം ശൈഖുനയിലേക്ക് എന്നെ എത്തിച്ചത് മൂപ്പരാണ്. നീ കുരുവട്ടൂരിൽ പോകണം, അവിടെ ശൈഖുനയുടെ പേര് പറഞ്ഞ് അവരെ കാണണം. മഅരിഫത്തുള്ള മോനാണ്. പ്രഭാഷണവും ഗണ്ണനവും നടത്തുമ്പോ ഹിഫ്ള് വേണം, ഹയാത്തിലുള്ളവർ വേണം. എന്റെ കാലത്ത് മടവൂർ ശൈഖുനുണ്ടായിരുന്നു. നിങ്ങൾക്ക് അവിടെ പോകണം എന്നോട് നിർദ്ദേശിച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പൊ വഴി കാണിച്ച ആള് എന്നുള്ള നിലക്ക് നമുക്ക് അയാളോട് ഇഷ്ടമാണ്. മാത്രല്ല, ഇന്ന് കാലഘട്ടത്തിന്റെ ഏറ്റവും ഉന്നതരായ മശായിഖന്മാർ, അവര് മടവൂർ ശൈഖുനെ നേരിട്ട് പോറ്റിയ ഏറ്റവും ഉന്നതരാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതിൽ വലിയ പങ്ക്
കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്കുണ്ട്. ഞങ്ങൾക്ക് അയാളോട് സ്നേഹമുണ്ട്. ദീനിനെതിരിൽ പറയുമ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവിടെ സ്നേഹം വരൂല. അതിന്റെ കാരണം അടിസ്ഥാനം ദീനാണ്. അബ്ദുൽ ഹക്കീം അസ്ഗരി നല്ലത് പറഞ്ഞപ്പോൾ ഞങ്ങൾ അഭിനന്ദിച്ചല്ലോ. ദീനാണ് കാരണം. ഞാൻ പറയുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുള്ളടുത്ത് പേരോടുണ്ടോ? എന്താ പേരോടിന്റെ വാദം കേട്ടോളൂ. അങ്ങനെ റബീഉൽ അവ്വൽ മാസമായപ്പോൾ ദഖല അലൈഹാ, നബി തങ്ങൾ സൈനബ ബീവി റളിയല്ലാഹു അൻഹയുടെ സമീപത്തേക്ക് കടന്നു ചെന്നു. ആ കടന്നു ചെന്ന സംഭവം പറയുകയാണ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാൻ. ഫറഅത്ത് ളില്ലഹു, അങ്ങനെ നബി തങ്ങൾ കയറി ചെല്ലുമ്പോൾ നബിയുടെ നിഴൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിഴൽ ആ സൈനബ ബീവി റളിയല്ലാഹു അൻഹ കണ്ടു. ഫഖാലത്, ആ നിഴൽ പറയുകയാണ്, സൈനബ് ബീവി ആരെ നിഴൽ കണ്ടു? ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി യാ റസൂലല്ലാഹ്. സൈനബ് ബീവി നിഴൽ കാണുമോ? ആരുടെ നിഴൽ കണ്ടു എന്നാ പറഞ്ഞത്? നൂറിന്റെ ഐനായ ത്വഹ റസൂലുള്ളാഹ്. അവിടത്തെ പ്രത്യേകത ലാ ളില്ല ലഹു, ഒരിക്കലും നിഴലില്ല എന്ന് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമിയെ പോലെയുള്ളവർ അവിടുത്തെ അൽമിനഹുൽ മക്കിയ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ പച്ചയായി പറഞ്ഞില്ലേ, ലാ യകൂനു ലഹു ദില്ലുൻ ലം യകുൽ ലഹു ദില്ലുൻ നസ്ല. ഒരിക്കലും ഒരു സമയത്തും നിഴലില്ലാത്ത നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹിക്ക് എങ്ങനെ സൈനബ ബീവി നിഴൽ കണ്ടത്? ഹദീസിന് പച്ചയായി തെറ്റിയതാണ്. അങ്ങനെ ഒരു ഹദീസില്ല. ആ ഹദീസിന്റെ വാക്ക് അങ്ങനെയല്ല അർത്ഥം വെക്കേണ്ടത്. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു ആളനക്കം കണ്ടു, അതിനാ നിഴലിന് അർത്ഥം വെച്ചേ. അപ്പോ ഞാൻ പറയുന്ന എന്റെ വിഷയം അതല്ല. ഒരു നിഴലുമില്ല എന്ന് അഹ്ലുസുന്ന വിശ്വസിക്കുന്നു. അൽ-ലവായിദുൽ വജ്ദിയ എന്ന കിതാബിൽ AP ഉസ്താദ് തന്നെ എഴുതി, ലം യകുൽ ലഹു നില്ലുൻ ഖത്തു, തീരെ തന്നെ നിഴലില്ല. എഴുതുക മാത്രമല്ല, നിഴലുണ്ടെന്ന് വാദിച്ച മുജാഹിദുകളോട് അദ്ദേഹം പഴയ കാലത്ത് ചോദിച്ച ചോദ്യം ഒന്ന് കേട്ടോക്കൂ. ആ വിളക്ക് പോലെ അല്ലാഹുവിന്റെ റസൂൽ അതാ കത്തിപ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, ലം യകുൻ ലിറസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ളില്ലുൻ, അല്ലാഹുവിന്റെ റസൂലിന് നിഴല് ഉണ്ടായിരുന്നില്ല. ഇവിടെ ഏത് സാധനത്തിനും നിഴലുണ്ട്. സൂര്യന് നിഴലുണ്ടോ? സൂര്യന് നിഴലുണ്ടോ? സൂര്യൻ അത് കത്തിച്ചൊലിക്കുമ്പോൾ അതിന് നിഴലുണ്ടോ? ഇല്ല. പിന്നെ എന്ത്? ആ സൂര്യനേക്കാൾ 10,000 ഇരട്ടി പ്രകാശമുള്ള റസൂലുള്ളാഹിക്ക് നിഴലില്ല എന്ന് പറയുമ്പോൾ എന്തിനോ നീ സംശയിക്കുന്നത്? പേരോടിന്റെ നെഞ്ചത്തേക്കല്ലേ ആ ചോദ്യം? സൂര്യനേക്കാൾ 1000 10,000 കോടിക്കണക്കിന് പവറുള്ള നൂറായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിഴലില്ല എന്ന് പറയുമ്പോ എന്തിനാണ് നിഴൽവാദി നീ സംശയിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഒരിക്കലും നിഴലില്ല എന്ന കാന്തപുരം ഉസ്താദിന്റെ വിശ്വാസത്തിൽ നിഴൽവാദിയായ മുസ്ലിയാരുണ്ടോ? അയാൾ അനുയായികളുണ്ടോ? ഒന്ന് സുൽത്താനുൽ മംഗളപ്പോ വാപ്പനെങ്കിലും അംഗീകരിക്കാനോ? പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഈ അടുത്ത് പറഞ്ഞ വാദമാണ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപത്തിൽ പിശാച് വരും വേറെ രൂപത്തിൽ കണ്ടാൽ. എന്നാൽ പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ 96 എഴുതിയ പുസ്തകമാത്. ഈ പുസ്തകത്തിൽ പൊന്മള പറഞ്ഞു, അങ്ങനെ ഒരു സംഭവമല്ല, എങ്ങനെ ഏത് രൂപത്തിൽ വന്നാലും ഹബീബായ തങ്ങളാണെന്ന് പറഞ്ഞു വരുന്നത് അതാര് തന്നെയാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പേരോടിന്റെ വാദമല്ല പൊന്മള എഴുതിയത്. പൊന്മള എഴുതിയതല്ല എന്റെ വിഷയം. ഈ പുസ്തകത്തിന് ആമുഖം എഴുതിയത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരാണ്.
അതിൽ അദ്ദേഹം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, സ്വപ്നവുമായി ബന്ധപ്പെട്ട അധ്യായം വളരെ പ്രസക്തമാണ്, അതെല്ലാവരും വായിക്കണം. അപ്പൊ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞതാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ വാദം ഈ വിഷയത്തിൽ. പേരോട് എവിടെ നിൽക്കുന്നു? സ്വന്തം ഉസ്താദിനെ പോലും അംഗീകരിക്കാത്ത ഇയാളാണോ ഞങ്ങളോട് ദീന് പറയാൻ വരുന്നത്? എന്നിട്ട് പറയാം ഒറ്റ അടിക്ക് ഞാനങ്ങ് കൊന്നുകളയും. അതിനൊന്നും 10,000 കോടി ജനിച്ചാൽ, കോടി കൊല്ലം ജന്മം ജനിച്ചാലും നിന്നെ കൊണ്ട് കഴിയില്ല. സ്വന്തം ഉസ്താദിനെ അംഗീകരിക്കും. അപ്പൊ മാളിയേക്കലിനോട് പറയാനുള്ളത്, കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ കൂടെയും നിങ്ങളില്ല. ഇനി കഴിഞ്ഞിട്ടില്ല. ഇസ്തിഗാസയെ സംബന്ധിച്ച് എന്താ പേരോട് പറഞ്ഞത്? അതാദ്യം ഒന്ന് കേൾക്കുക. തന്നെയാണ് തരുന്നത് എന്ന് കുറച്ച് വിശ്വസിച്ചിട്ട് ഒരാള് ആ വലിയാണ് എനിക്ക് തന്നത് എന്ന് പറഞ്ഞാൽ അയാൾ കഫറാന്നൊന്നും പറയാൻ പാടില്ല, അയാൾ മുശ്രിക്കാന്നും പറയാൻ പാടില്ല. അതേ സമയത്ത് ഏറ്റവും നല്ലത് അതേ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മുഖേന അല്ലാഹു എനിക്ക് തന്നു, ബദരീകൾ മുഖേന അല്ലാഹു തന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന എനിക്ക് തന്നു. അങ്ങനെ പറയുന്നതാണ് ഏറ്റവും നല്ല വാചകം. ആ വാചകത്തിൽ തെറ്റിദ്ധാരണക്ക് അവകാശമില്ല. വേറൊരു കക്ഷികൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാനും അവകാശമില്ല. അങ്ങനെയാണ് പറയേണ്ടത്, അല്ലാതെ പറയുന്നത് ശരിയായ അതല്ല. ഞങ്ങളെ സഹായിക്കണേ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ പറഞ്ഞാൽ സഹായം ആര് തരും? മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ഹബീബായ തങ്ങളെ സഹായിക്കുമ്പോ സഹായം കിട്ടിയവർ പറയുന്ന വാചകമാണ്, എന്നെ സഹായിച്ചു ആര്? മുത്തു റസൂൽ. ഇമാം ഇബ്നു ഹജർ തങ്ങളുടെ കിതാബ് ഞാൻ നേരത്തെ വായിച്ചു, അൽ മിനഹുൽ മക്കിയ. അതില് ബഹുമാനപ്പെട്ടവർ ഹബീബായ തങ്ങളെ എടുത്തുദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, കുല്ലുമാ ദഹറ ഫീ ഹാദൽ ആലം, ഈ ലോകത്ത് പ്രകടമായ മുഴുവൻ വസ്തുക്കളും ഫഇന്നമാ യുഅതീഹി മുഹമ്മദുൻ, ഫഇന്നമാ യുഅതീഹി മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ലോകർക്ക് തന്നത് ഹബീബായ തങ്ങളാണ്. ഇയാളെന്താ പറഞ്ഞ്? അള്ളാന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയായ അദബല്ല. ഞാൻ ചോദിക്കട്ടെ, പിന്നെ എന്തിനാ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കൊട്ടപ്പുറത്ത് വാദപ്രതിവാദം നടത്തിയത്? പൂടൂരിൽ വാദപ്രതിവാദം നടത്തിയത്? എന്തിനാണ് അദ്ദേഹം വിവിധ സ്ഥലങ്ങളിൽ ഖണ്ഡനം നടത്തിയത്? ബദരീങ്ങളെ സഹായിക്കണേ എന്ന് പറയാൻ പറ്റുമെന്ന് പഠിപ്പിക്കാനല്ലേ? ബദരീങ്ങൾ സഹായിച്ചു എന്ന് പറയാനല്ലേ? എവിടെയേ നിയൽവാദിയുള്ളത്? ഈ വാദം മർക്കസിൽ നിന്ന് ഉയർന്നു വന്നപ്പോ ഞങ്ങൾ വെറുതെ പറയുന്നതല്ല, സഖാഫികളെ വിളിച്ചു കൂട്ടിയിട്ട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞില്ലേ, നമുക്കിടയിൽ ഒരു ഇസ്തിഗാസ വിരുദ്ധ പ്രസ്ഥാനം വളർന്നു വരുന്നുണ്ട്. പറയിപ്പിച്ചില്ലേ നിങ്ങൾ അദ്ദേഹത്തെ കൊണ്ട്? ബാപ്പനെ പറയിപ്പിക്കണം, മക്കളുണ്ടായിട്ട് എന്താണോ കാര്യം? എന്നിട്ട് പറയാ SSF ഉണ്ട്, വലിയ കാര്യമായി. കേട്ടോളൂ അദ്ദേഹം അന്ന് സങ്കടത്തിൽ പറഞ്ഞ വാക്ക്. അല്ലാഹുവിങ്കൽ നിന്നാണ്, അത് ഉറച്ചു വിശ്വസിച്ചാലേ മുഅ്മിനാ. കേട്ടില്ല? അടുത്ത് തന്റെ ബുർദയിൽ പറയുകയുണ്ടായി, ഒരു പുതിയ പ്രസ്താവന ഇപ്പൊ ഇടക്കിടക്ക് അവിടെ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇസ്തിഗാസ ചെയ്യാൻ ശിർക്കൊന്നും അല്ലെങ്കിലും മുസ്ലിക്കൊന്നും അല്ലെങ്കിലും ഞാൻ ചോദിച്ചോളന്നില്ല. ഈ എത്രയാളാ ചോദിച്ചത്? ഇമാം ബൂസീരി മാത്രമല്ല, ഒരു പുതിയ പ്രസ്ഥാനം ഉടലെടുത്തിട്ടുണ്ട്. ശിർക്കൊന്നല്ലെങ്കിലും എന്തിനാ ചോദിക്കുന്നത്? ഇസ്തിഗാസ വേണ്ട എന്ന് പറയുന്ന ഒരു ടീം ഇറങ്ങി. ആരാണോ ഈ ടീം? ഈ ടീമിന്റെ നേതാവാണ് നിയൽവാദി. എന്നിട്ട് നിങ്ങൾക്ക് കാന്തപുരം ഉസ്താദിന്റെ പിന്തുണയുണ്ട് എന്നോ? അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഇമാം ബൂസൂരി ചോദിച്ചില്ലേ, ഇമാമിങ്ങളെ എടുത്തെടുത്ത് പറയുന്നുണ്ട് അദ്ദേഹം.
നിങ്ങൾ പറഞ്ഞ് മാത്രല്ല അദ്ദേഹത്തെ അനുകൂലിക്കുന്ന നല്ലൊരു ടീം അതിലുണ്ട്. അതുകൊണ്ടാണ് APD മൊത്തം നമ്മൾ പറയണില്ലല്ലോ, നല്ലൊരു ടീമുണ്ട്. എന്നും നമ്മളെ വിളിക്കുന്ന ഒരുപാട് അക്ഷനിമാരുണ്ട്, ഒരുപാട് സഖാഫിമാരുണ്ട്. ഈ നാളെ നമ്പർ വേണമെന്നൊന്നും പറഞ്ഞ് ചോദിക്കേണ്ട ആരും. അതിൻ്റെ എല്ലാം കൂടി നമ്പർ തന്നാൽ പിന്നെ നിങ്ങൾ ഇവിടെ എന്താക്കും? നമ്മളെ മജീദ് മുസ്ലിയാർ കുത്തുഫുല്ലാലം മുബരൈദിയിലെ ഇന്ന് ചില ആളുകളുണ്ട്, കമാ യഫ്ഹം ബഅദുന്നാസ് ഫി സമാനിൽ ഹാലിർ മിൻ അന്നഹും യഖൂലൂന ലാ അഖൂമു ബിൽ ഇസ്തിഗാസ ബൽ ബിത്തവസ്സുൽ. നേരിട്ട് ഇത് തേടാനൊന്നും ഞങ്ങളില്ല, ഞങ്ങൾ നിമിത്തം എന്ന് പറയുന്ന ചിലരുണ്ട്. ഫഹുവ മിൻ ഉലമാഇൽ മുനാഫിഖീൻ വസ്സിന്ദീഖീൻ. അത്തരം നിയൽവാദികൾ മുനാഫിക്കീങ്ങളുടെ ലീഡർമാരാണ്, ഞങ്ങളല്ല. മർക്കസ് എന്നിറങ്ങിയ ബുക്ക അഷ്റഫുൽ അൽവാൻ ഫീ തഖ്രീബി മൗലിദി ശറഫൽ അനാമിന്റെ ശറഹ. പിൻവലിക്കങ്ങൾ. അപ്പൊ കാന്തപുരം ഉസ്താദിനെ അംഗീകരിക്കുന്ന ടീമയിലുണ്ട്, ആ ടീമിൽപ്പെട്ടവരത് വിമർശിച്ചിട്ടുണ്ട്, നമ്മളെ വിമർശിക്കാൻ ഏൽപ്പിക്കുന്നുണ്ട്. അതേ സമയത്ത് നിയൽവാദിയുടെ നേതൃത്വത്തിൽ ഇസ്തിഗാസ വിരുദ്ധ പ്രസ്ഥാനം അതിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് 53 കൊല്ലത്തെ പഴക്കമുള്ള അതെന്നെ നോണ. എന്നിട്ട് മൂപ്പരുണ്ട് കൂടെ, മൂപ്പര കൂടെ നിങ്ങളുണ്ടാകണ്ടേ? മൂപ്പര വിശ്വാസത്തിൽ നിങ്ങളുണ്ടോ? നിയലിലുണ്ടോ? സ്വപ്നത്തിലുണ്ടോ? ഇസ്തിഗാസയിലുണ്ടോ? കഴിഞ്ഞിട്ടില്ല. ഇനി പേരോടിനോട് ഒരിക്കൽ ആരോ ചോദിച്ചത്രേ, മടവൂര് ശൈഖുന കുത്തുബാണോ? മടവൂര് ശൈഖുന കുത്തുബാണോ? മർക്കസ് ഇറങ്ങിയ ബുക്കാത് കുത്തുഫുൽ ആലം ഫീ മനാഖിബി കുത്തുബിൽ ആലം. കുത്തുബുൽ ആലമിനെ കുറിച്ചുള്ള ബുക്ക് നിങ്ങൾ പിൻവലിപ്പിച്ചതാ പാവ മജീദ് മുസ്ലിയാരെ കൊണ്ട്. പേരോടിനോട് ചോദിച്ചപ്പോൾ അയാൾ പറയാ, അയാൾ എന്നെ പറഞ്ഞോട്ടെ വെക്ക്. മഹാനവറുകളെ സംബന്ധിച്ച് ഒരു ദിവസം ഒരാൾ വന്ന് എന്നോട് ചോദിച്ചു, CM വരെയുന്ന കുത്തുബല്ലേ? ഞാൻ പറഞ്ഞു, അത് പറയാൻ ഞാൻ ആളല്ല. കുത്തുബാണെന്ന് പറയാനുമില്ല, കുത്തുബല്ല എന്ന് പറയാനുമില്ല. കുത്തുബാണെന്ന് പറയാനുമില്ല, കുത്തുബല്ല എന്ന് പറയാനുമില്ല. കുത്തുബാണെന്ന് പറയാനുമില്ല, കുത്തുബല്ല എന്ന് പറയാനുമില്ല. കാരണം ഞാൻ ആ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന ആളല്ല. ഒരാള് കുത്തുബാണെന്ന് പറയണമെങ്കിൽ കുത്തുബിനെ കുറിച്ച് വിശദമായ വിവരമുള്ള ഒരു വലിയാകണം. അല്ലാത്ത ഒരാൾക്ക് കുത്തുബാണെന്ന് പറയാൻ പറ്റൂല, കുത്തുബല്ലാന്നും പറയാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. ഒരാളെ സംബന്ധിച്ച് വന്ന് ചോദിച്ചു, ഇയാളുടെ ഖതീബല്ലേ? ഖതീബാണോ അല്ലേ എന്ന് കമ്മിറ്റിക്കാരോട് ചോദിക്കണോ? വെറുതെ നമ്മൾ ഖതീബാന്ന് പറഞ്ഞാൽ പറ്റുമോ? ഖതീബല്ല എന്ന് പറഞ്ഞാൽ പറ്റുമോ? നിങ്ങള് മടവൂര് ശൈഖുനെ കുറിച്ച് കുത്തുബാണോ എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, അത് ഞാൻ പറയൂല, കുത്തുബാണെന്നും പറയില്ല, അല്ലാന്നും പറയൂല. അല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പറഞ്ഞവരോട് എന്താ കുത്തുബാണെന്ന് പറയാത്തതിന് മടി? അത് ഔലിയാക്കളല്ലേ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം, ഔലിയാക്കളല്ലേ അത് പഠിപ്പിച്ചത്. അന കുത്തുബുല്ലാലമെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചത് ശൈഖുന മടവൂരാണ്. ഖദ്ദസല്ലാഹ്. ഈ അതിലും വലിയൊരു കുത്തുബ് പറയണോ? വടകരോറാണ് പറഞ്ഞത്, ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാരാ പറഞ്ഞത്. ഇനി ആരാ പറയേണ്ടത്? എനിക്ക് ഖതീബാണോ അല്ലേനെ കമ്മിറ്റിക്കാരോട് ചോദിക്കണോ? കുത്തുബോധന കണ്ടാ മനസ്സിലാവില്ല ഖതീബാണ്. കുത്തുബോധന പള്ളിയിൽ പോയി ആൾ കുത്തുബോധ സെക്രട്ടറിയുടെ ഇവിടുത്തെ ഖതീബ് ഏതാന്ന് വേറെ ചോദിക്കണോ? എന്താ ഇപ്പൊ മോൻ്റെ വിവരം? മോനാണത്ര റെയിൽവേ സ്റ്റേഷനിൽ കിതാബ് നോക്കുന്ന ആളാത്ര. മൊയിലേര് കിതാബ് തന്നെയല്ല നോക്കണ്ടി. അപ്പോൾ വലിയ കാര്യമുണ്ടോ? എത്ര ആൾക്കാർ ട്രെയിനിൽ ക്രിസ്ത്യാനികളായ അച്ഛന്മാർ ഓരോ ബുക്ക് നോക്കുന്നുണ്ടാവും, പല ബുക്കും വായിക്കുന്നുണ്ടാവും. അതങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ട പരിപാടിയാ. നോക്കണ നേരത്ത് നോക്കൂല, അപ്പം കിടന്നുറക്കും. 4 ആൾ കാണുന്നിടത്തൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു കിതാബ് ആയിട്ട് വരും ചെയ്യും. നോക്കണൊക്കെ തല തിരിച്ചു വേണം, മണ്ണുള്ളവർക്ക് മിന്നാ വായിക്കാം. റസൂല് ആണോ അല്ലേ എന്ന് ചോദിച്ച്, മുഹമ്മദുർ റസൂലാണോ അല്ലേ എന്ന് ഒരാൾ. റസൂലാണെന്ന് പറയാനും ഞാൻ ആളല്ല, റസൂലല്ല എന്ന് പറയാനും ഞാൻ ആളല്ല. എങ്ങനെ ഉണ്ടാവും?
എടോ, ഞാൻ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ട് നീ സംസാരിക്കുന്നില്ല കുത്തുബാണെന്നത്? കാരണം കുത്തുബുൽ ആലമാണ് എന്ന് ലോകത്തോട് പറഞ്ഞതിൽ ആരുണ്ട്? കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുണ്ട്. അതാ ഞാൻ പറഞ്ഞ് മൂപ്പര മദ്ഹബിൽങ്ങളില്ല പറഞ്ഞില്ലേ അദ്ദേഹം? ഇല്ലെങ്കിൽ കേട്ടോ, ലാസ്റ്റ് അദ്ദേഹത്തിന് അസുഖമായി എഴുന്നേറ്റ ഒന്നാമത്തെ പ്രസംഗത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുതുബുൽ ആലം എന്ന് അദ്ദേഹം വിളിക്കുന്നുണ്ട്. കേട്ടോളൂ. ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ശൈഖുന ഖുതുബുൽ ആലം സിഎം അബൂബക്കർ മുഹമ്മദ് അബൂബക്കർ ഷേഖ് മടവൂർ ഷേഖ് നമ്മൾ എന്താ കരച്ചിൽ വരുന്നത്? രോഗിയായി എഴുന്നേറ്റപ്പോ മൂപ്പർക്ക് മനസ്സിലായി ആവശ്യമായ നേരത്ത് സഹായിക്കാൻ വരുന്നത് ആര് തന്നെയാണ്? ശൈഖുന മടവൂർ. ആ മടവൂർ ശൈഖുനെ കുറിച്ച് കൂടെയുണ്ടെന്ന് പറയുന്ന ഇത്തരം ആളുകൾ ശൈഖുനായ നിന്ദിച്ചു, അവിടുത്തെ വീടിനെ നിന്ദിച്ചു, എല്ലാം നിന്ദിച്ചപ്പോ അവർക്കെതിരെ പറയാൻ കഴിഞ്ഞില്ലല്ലോ എന്ന കുറ്റബോധം മൂപ്പര ഹൃദയത്തിൽ തേങ്ങനായി വന്നപ്പോ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല, കരയുകയാണ്. ഞാൻ ചോദിക്കട്ടെ, കുത്തുബുൽ ആലമെന്ന് ബഹുമാന്യനായ എ പി അബൂബക്കർ മുസ്ലിയാർ പറയുന്നു. എന്താ പേരോട് പറഞ്ഞാൽ? എന്താ പൊന്മളക്ക് പറഞ്ഞാൽ? വെല്ലുവിളിക്കാണ് ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ കുത്തുബുൽ ആലമാണ് മടവൂർ ശൈഖുന, എന്റെ ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ പേരോടിന് ധൈര്യമുണ്ടോ? രണ്ടാലൊന്ന് ചെയ്യണം. ഒന്നുകിൽ നിങ്ങളത് പറയണം നിങ്ങളെ ഉസ്താദാണെന്ന് വെച്ച്, അല്ലെങ്കിൽ മൂപ്പരെ കൊണ്ടത് തിരുത്തി പറയിപ്പിക്കണം. അതുമാകാം. നേലുണ്ട് മൂപ്പരോട് പറയിപ്പിക്ക്, സ്വപ്നത്തിൽ പിശാചി വരുന്നു പറയിപ്പിക്ക്, കുത്തുബുൽ ആലമല്ലെന്ന് പറയിപ്പിക്ക്, കുത്തുബല്ലെന്ന് പറയിപ്പിക്ക്. ബാക്കി ഞങ്ങളപ്പോൾ പറഞ്ഞു തരാം. ഇത് രണ്ടുമില്ല. താങ്കൾ പഠിപ്പിച്ചു കൊടുക്കണ്ടല്ലോ പോയിട്ട്, ഇതൊന്ന് പഠിപ്പിച്ച് മൂപ്പരെ കൊണ്ട് പറയിപ്പിക്ക്, അല്ലെങ്കിൽ മൂപ്പര് പറഞ്ഞിടത്ത് ഈ നിൽക്ക്. രണ്ടും കഴിയൂല. മൂപ്പര് പറഞ്ഞത് എന്റെ മുറബിയായ ശൈഖാണ്, ഈ പറഞ്ഞതോ എന്റെ ശൈഖ് കാന്തപുരാണ്, കാന്തപുരം പറയുന്നതോ എന്റെ ശൈഖ് മടവൂരാണ്. അപ്പൊ എന്റെ ശൈഖിന്റെ ശൈഖാകുമ്പോ പിന്നെ എനിക്ക് സംശയം വരാൻ പാടുള്ളൂ. നിങ്ങൾ എന്ത് ഏപ്പിക്കാര്? ഇപ്പത്തെ ഏപ്പിക്കാര് എന്നുള്ളിൽ ഏപ്പില്ല. നെയ്യപ്പം എന്ന് പറഞ്ഞാൽ അതിൽ നെയ്യില്ല. മുതലക്കുളം എന്നൊക്കെ പറഞ്ഞാൽ മുതലല്ലല്ലോ അതിൽ. എന്ന് പറഞ്ഞാൽ ഏപ്പിക്കാരെന്ന് പറയും, എ പി ഉസ്താദ് അതിലില്ല. ഇതല്ലേ യാഥാർത്ഥ്യം. അതേതായാലും പറഞ്ഞോട്ടെ. എന്റെ മുറബിയായ ശൈഖ് എൻ്റെ ഷെയ്ഖും എൻ്റെ മുറബിയും എന്നെ എപ്പോഴും ഉപദേശിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തിട്ടുള്ള മഹാൻ, ഇന്നും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന. ഇവരെ വാദം എന്താ? മുറബിയന്നല്ല. ആരവാദം? പേരോടാദികളുടെ വാദം, നിയൽവാദികളുടെ വാദം. മുറബിയില്ല. അത് 824 കഴിഞ്ഞു പോയി. ശൈഖുന മജ്ദൂബാണ്, അല്ലെ? ജദുബില്ല എന്ന് പറഞ്ഞവൻ ജദുബിലാണ്. ഈ വാദങ്ങളൊക്കെ ഉന്നയിക്കുമ്പോ നിങ്ങളുടെ നേതാവായി നിങ്ങൾ അഹങ്കാരം പറയുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറയുന്നു എന്റെ മുറബിയായ ശൈഖ് മടവൂർ ശൈഖുനയാണ്, ഞങ്ങൾ പറഞ്ഞതല്ല. ഞാൻ ചോദിക്കട്ടെ, കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ മുറബിയായ ശൈഖാണ് CM വലിയുള്ള എന്ന് പറയാൻ കെൽപ്പുള്ള SYS-കാരൻ എവിടെ? ഒന്ന് പറയുങ്ങള്. അത് പറയണമെങ്കിൽ ദാവിയത്ത് സൂഫിയ വരേണ്ടി വരും. ഞങ്ങൾക്ക് പറയാൻ കഴിയും മടവൂര് ശൈഖുന ശൈഖുൽ മശായിഖാണ്, മുറബിയാണ്, സുൽത്താനുൽ ഔലിയാണ്. പോകട്ടെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരല്ലേ ഇവിടെ മടവൂര് ശൈഖുന മുദബ്ബിറുൽ ആലമ എന്ന് പറഞ്ഞ്?
മുദബ്ബിറുൽ ആലം എന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ ഒരാൾക്ക് പറഞ്ഞാൽ അത് തൗഹീദിന് വിരുദ്ധമാണ് എന്നല്ലേ നിയൽവാദി ഇവിടെ പ്രസംഗിച്ചത്? മാളിയേക്കൽ സഖാഫി മറുപടി പറയണം. SYS-ഉം SSF-ഉം വഴിതെറ്റിയത് കൊണ്ട് നിങ്ങളെ കൂടെയുണ്ടായി. ശംസുലമ കൂടെയില്ല, കണ്ണിയത്ത് ഉസ്താദ് കൂടെയില്ല, AP ഉസ്താദും നിങ്ങളെ സംഘത്തിലില്ല. പറയട്ടെ, മുദബ്ബിറുൽ ആലമാണ് മടവൂർ എന്ന് ഇവിടെ പഠിപ്പിച്ചത് സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരല്ലേ? എന്താ പേരോട് പറഞ്ഞ് സാഹിത്യോത്സവിൽ വന്നിട്ട് മറന്നോ? അത് വെച്ചു കൊടുക്ക്. ആരാണ് നമ്മൾ സാധാരണ ഈ റബ്ബുൽ മാല്, അതുപോലെ തന്നെ പല വാചകങ്ങളും റബ്ബുൻ നാഖത്ത് എന്നൊക്കെ പറയും. ഒട്ടകത്തിന്റെ റബ്ബ്, അതുപോലെ സ്വത്തിന്റെ റബ്ബ് തന്നെ അതിന്റെ ഉടമസ്ഥൻ. നമ്മൾ സാധാരണ പറയുന്ന ഉടമസ്ഥൻ. റബ്ബുൽ ആലമീൻ, സർവലോകത്തിന്റെയും റബ്ബ്, അത് ഒരുവൻ മാത്രമേ ഉള്ളൂ, അവനാണ് അല്ലാഹ് റബ്ബുൽ ആലമീൻ. ഇതേപോലെ തന്നെയാണ് മുദബ്ബിറുൽ ആലം, ലോകത്തെ നിയന്ത്രിക്കുന്നവൻ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. മഹാനായ ഇമാം തഫ്താസാനി റളിയല്ലാഹു അൻഹുയുടെ കിതാബ് ദുർവ്യാഖ്യാനിച്ച് മുദബ്ബിറുൽ ആലം, ലോകത്തെ നിയന്ത്രിക്കുന്നത് അല്ലാഹുവിനല്ലാതെ പറയാൻ പാടില്ല, പറഞ്ഞാൽ തൗഹീദിനെതിരാണെന്ന് പ്രസംഗിക്കുന്ന നിയൽവാദി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്താ പറഞ്ഞേ? ഫൽ മുദബ്ബിറാത്തി അംറ എന്ന ആയത്തോതി ലോകത്തെ നിയന്ത്രിക്കുന്നവരാണ് ഔലിയാക്കന്മാർ, അതിലുണ്ട് ശൈഖുന മടവൂർ പറഞ്ഞില്ലേ അദ്ദേഹം? നിങ്ങളും കാന്തപുരം ഉസ്താദും എന്ത് ബന്ധം? ചുരുക്കി പറഞ്ഞ കാന്തപുരം ഉസ്താദിന് ഒരു അനുയായി ഉണ്ട്, ഇപ്പൊ നമ്മളെ ഉണ്ടാവും. മൂപ്പരാ വിശ്വാസം അനുസരിച്ചാ ഞാൻ പറയുന്നത്, നമ്മൾ മൂപ്പര അനുയായി ഒന്നല്ല. എന്താപ്പ അവസ്ഥ? പറയട്ടെ, AP പറഞ്ഞോട്ടെ. അവർ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവർ എന്ന് അള്ളാഹു പറഞ്ഞ കൂട്ടർ ആരാണ്? അർവാഹുൽ മുഅ്മിനീൻ, ഔലിയാക്കളുടെ റൂഹുകളാകുന്നു. ഇത് എന്റെ വക പറഞ്ഞതല്ല, ഇവിടെ വേറെ ഒരു വ്യക്തി പറഞ്ഞതല്ല. ഇമാം ഫഖറുദ്ദീൻ റാസി തന്റെ തഫ്സീറുൽ കബീറിൽ പറഞ്ഞതായി നിങ്ങൾക്ക് കാണാം. ഫൽ മുദബ്ബിറാത്തി അംറൻ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നു. ആയത്തോതിയിട്ടാ പറഞ്ഞത്, മടവൂരിൽ നിന്നാ പറയുന്നത്, മടവൂരിൽ ശൈഖുനയുടെ ഉറൂസിൽ നിന്നാ പറയുന്നത്, ശൈഖുനയെ കുറിച്ചാ പറയുന്നത്. ഫുൽ മുദബ്ബിറാത്തി അംറ എന്ന ആയത്തിൽ പറഞ്ഞ മുദബ്ബിർ, ഈ കാലഘട്ടത്തിന്റെ മുദബ്ബിർ ശൈഖുൽ മശായിഖ് ശൈഖ് മടവൂരാണ് ഖദ്ദസല്ലാഹ്. പറഞ്ഞത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരാ. ദാ ബുക്ക്, മൗലിദുൻ നൂരി എന്ന ബുക്ക്, മർക്കസിൽ നിന്നിറങ്ങിയ മൗലിദ്, കാന്തപുരം ഉസ്താദ് അവറുകൾ ഇതിനാമുഖം എഴുതിയിട്ട് പറഞ്ഞു, ഇതിന്റെ പേജുകൾ മുഴുവനും വായിക്കണം. ഇതിന്റെ പേജിലാണ് പറഞ്ഞത് ശൈഖുന ഖുതുബുൽ അഖ്താബാണ്, മുദബ്ബിറുൽ ആലമാണ്. എന്നിട്ട് റാസി വായിച്ചു വന്നപ്പോ മുജാഹിദുകൾ ഇറങ്ങി പ്രതിരോധിക്കാൻ ഒരൊറ്റ AP കുട്ടിനും കണ്ടില്ല. ഞങ്ങളോട് മശായിഖന്മാര് പറഞ്ഞു, പറഞ്ഞത് കാന്തപുരമാണെങ്കിലും അപ്പറഞ്ഞത് അഹ്ലുസുന്നയുടെ വാദമാണ്. മുജാഹിദുകൾ അങ്ങാടികളിലിട്ട് തട്ടുമ്പോ തട്ടാൻ അനുവദിക്കരുത്, റാസിയുമായി ഇറങ്ങണമെന്ന് ഞങ്ങളുടെ മശായിഖന്മാര് പറഞ്ഞപ്പോ മുദബ്ബിറുൽ ആലം എന്ന വിഷയം വെച്ച് കേരളത്തിലുടനീളം ഞങ്ങള് ഒരു വലിയ ആദർശ പോരാട്ടം നടത്തിയപ്പോ മുജാഹിദുകൾ പത്തിമടക്കി പോയതാണ് കേരളത്തിന്റെ ചരിത്രം. എന്നിട്ട് നിങ്ങൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ആളാണെന്നോ? മടവൂർ ശൈഖുനയെ തന്നെ കുത്തി പറഞ്ഞില്ലേ ഇയാൾ? അതൊന്ന് കേട്ടോളൂ. ഇങ്ങനത്തെ ഒരു ടീമുണ്ട്, അതാണ് വ്യാജ തരീഖത്തുകാര്. മടവൂരിനെ അങ്ങോട്ട് പൊക്കിയിട്ട് സുബ്ഹാനല്ലാഹ്, ലോകൊട്ടാകെ നിയന്ത്രിക്കുന്നത് മടവൂരാണ്. അപ്പൊ ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും ഒക്കെ മടവൂർ ഇങ്ങനെ നിയന്ത്രിക്കുക. മടവൂർ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇല്ല. അതൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ആ കദമിൽ ആളുണ്ട്. ജനിച്ചപ്പോൾ മടവൂരുണ്ട്, അതിനുശേഷവും മടവൂർ ഇവിടെ ഉണ്ട്. ഖദ്ദസല്ലാഹു സിറ. ഈ ചോദ്യം ആരോടാ യഥാർത്ഥത്തിൽ പോകുന്നത്? കാന്തപുരം അബൂബക്കർ മുസ്ലിയാരോടല്ലേ?
അപ്പൊ അള്ളാന്റെ റസൂലിന്റെ കാര്യത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗാസയുടെ വിഷയത്തിൽ, മടവൂര് ശൈഖുനയുടെ വിഷയത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, മാളിയേക്കൽ സഖാഫി, AP കൂടാരമെന്ന ആ കൂടാരത്തിൽ മൂപ്പരില്ല. എന്നിട്ട് ഞങ്ങളെ ഭയപ്പെടുത്തുകയാണ്, നിങ്ങളെന്നെ കോലത്തിലാണ്. എന്നിട്ടിപ്പോ കുറച്ച് സമിതി രൂപീകരിച്ച് സാവിയത്തു സൂഫിയയുടെ അംഗങ്ങളെ കേസിൽ ഉൾപ്പെടുത്തും. ശൈഖുനയുടെ അല്ലെങ്കിൽ മശായിഖന്മാരുടെ വീഡിയോകൾ AI കൊണ്ട് നിർമ്മിച്ച് ഇവിടെ വസ്വാസുണ്ടാക്കി പലരെയും ഇറക്കിയിട്ട് ഞങ്ങളുടെ വീര്യം ചോർത്തിക്കളയാം. അതിന് അഡ്വക്കറ്റുമാരുടെ സമിതി രൂപീകരിച്ച് ആളുകളെ ചാക്കിട്ട് പിടിക്കാൻ വിദഗ്ധന്മാരെ ഏൽപ്പിച്ച് സാവിയത്തു സൂഫിയുടെ പ്രവർത്തനങ്ങളെ ഇല്ലാതെയാക്കാൻ കഴിയുമെന്ന് ഒരൈക്യവുമില്ലാത്ത ഈ സംഘം ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഉലകത്തിൽ നടക്കുകയില്ല എന്ന് AP കൂടാരത്തെ ഞങ്ങൾ അറിയിക്കുകയാ. ഞങ്ങളെ മുൻഗാമികൾ അതൊക്കെ കണ്ടുവന്നതാ. നിങ്ങളിവിടെ വ്യാജ ചിത്രങ്ങളും വീഡിയോകളും ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഹുസൈനാരുടെ ക്ഷമയുമായി മശായിഖ് ഞങ്ങളെ രംഗത്തിറക്കിയിട്ടുള്ളത്. നിങ്ങളെന്താ മനസ്സിലാക്കിയത്? കേസുകൾ കൊടുത്താൽ അതിനുവേണ്ടി പലരെയും സ്ത്രീകളടക്കം രംഗത്തിറക്കിയിട്ട് കളിക്കാമെന്നാണെങ്കിൽ ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ അങ്ങനെ അടങ്ങിയിരിക്കുന്നു തോന്നണ്ട. നിങ്ങൾ വ്യാജ കേസാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഉള്ളറ കലക്കുന്ന ഉള്ള കേസുമായി തന്നെ ഞങ്ങൾക്ക് പോകേണ്ടി വരും. ഞങ്ങൾക്ക് ആത്മബലമാണുള്ളത്, മശായിഖ് തരുന്ന ബലം. ഇതൊക്കെ ഞങ്ങൾ കണ്ടുവന്നതല്ല. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നതാരാ? യസീദ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയുടെ ആങ്ങളയുടെ മകൻ. ചരിത്രം ഞങ്ങൾക്കറിയില്ലേ? അലി റളിയല്ലാഹുവിനെ കൊന്നതാരാ? അബ്ദുറഹ്മാൻ എന്ന് പേരുള്ള ആളാ. എന്ന് കരുതിയിട്ട് മുസ്ലിമീങ്ങൾ പരാജയപ്പെട്ടു എന്നതിന്റെ അർത്ഥം? സ്വന്തക്കാരായ ആളുകൾ, മുനാഫിക്കുകൾ രംഗത്തിറക്കി ഇത്തരം ബാഹ്യശക്തികളെ കൂടെ കൂട്ടി പലതും ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പണ്ടേവിടെ വന്നതാ. പക്ഷെ അതൊന്നും ലോകത്ത് നടപ്പിലാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, സഹോദരങ്ങളെ, ഇവിടെ ഒരു കാലത്തും നിങ്ങളുടെ കൂടെ ആരുമില്ല. EK ഉസ്താദില്ല, AP ഉസ്താദില്ല, കണ്ണിയത്ത് ഉസ്താദില്ല. ഏറ്റവും ചുരുങ്ങിയത് AP അബൂബക്കർ മുസ്ലിയാർ കരയുകയെങ്കിലും ചെയ്തില്ലേ? ആ കരയുന്നിടത്തെങ്കിലും നിങ്ങൾക്ക് നിൽക്കാൻ കഴിഞ്ഞോ? പിന്നെ നിങ്ങൾ 100-ാം വാർഷികം പറഞ്ഞു നടക്കല്ലേ?